സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് നാം വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യമാണ്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ യേശുവിനെയും ദുഷ്പ്രവൃത്തിക്കാരായ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യത്തിൽ തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ യേശുവിനെയും ദുഷ്പ്രവർത്തിക്കാരായ ഒരു കള്ളനെ യേശുവിൻ്റെ വലത്തും മറ്റൊരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചതായി നാം കാണുന്നു. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച അഥവാ ഗുഡ് ഫ്രൈഡേ. ലോകമെമ്പാടുമുള്ള ദൈവജനം യേശുവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന പുണ്യദിനം. ഈ പുണ്യദിനം ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേ ദിന ആശംസകൾ നേരുകയാണ്. യേശു ഇന്ന് എന്നതുപോലൊരു ദിവസം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മരണം നമ്മുടെ ജീവന് കാരണമായി തീർന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതാണ് വെളിപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ, എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇതാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നടന്നത്. യഹൂദന്മാരും പരീശന്മാരും സദൂക്യരും പടയാളികളും റോമൻ പട്ടാളവുമെല്ലാം യേശുവിനെ ക്രൂശിൽ തറച്ചുവെങ്കിലും ദൈവം അനാദി പദ്ധതി പ്രകാരം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും തൻ്റെ ഈ ലോക ദൗത്യം അഥവാ പരസ്യ ശുശ്രൂഷാകാലം പൂർത്തീകരിച്ചപ്പോൾ യേശുവിന് അഥവാ ദൈവപുത്രന് ഒരു കഷ്ടം വരുത്തിക്കൊണ്ട് അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീരുവാൻ തക്കവണ്ണം അവനെ ക്രൂശ് മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ വാക്യം അഥവാ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-10 യേശുവിൻ്റെ മരണത്തോട് കൂടി അവസാനിക്കുന്നില്ല. പ്രത്യുത ആ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് നാം കാണുന്നത്: അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അതെ, ക്രൂശ് മരണത്തിലൂടെ യേശു ഒരു അകൃത്യയാഗം അർപ്പിച്ചു, അഥവാ ഒരു പാപയാഗം അർപ്പിച്ചു, മനുഷ്യൻ്റെ പാപപരിഹാര ബലി അർപ്പിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചത് തൻ്റെ ആ പാപപരിഹാര ബലി അർപ്പണ യാഗത്തിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു വലിയ സന്തതിയെ കാണുകയും യേശു ദീർഘായുസ് പ്രാപിക്കുകയും അഥവാ പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ദീർഘായുസ് പ്രാപിക്കുകയും
അവൻ്റെ സന്തതിയെ, രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തെ കാണുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യുമെന്നാണ് നാം കാണുന്നത്. അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ സാധിപ്പിക്കുകയാണ് ചെയ്തത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം മാനവരക്ഷയായിരുന്നു. ക്രൂശിൽ നാം കാണുന്നത് ഒരു പാപ പരിഹാര ബലിയാണ്, അഥവാ ഒരു അകൃത്യ യാഗമാണ്. ഈ യാഗത്തിലൂടെ യേശു മുഴു പ്രപഞ്ചത്തിലെ സകലജാതി ജനങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. ആമേൻ, ആമേൻ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പുനീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു.